സതീശൻ്റെ പാർട്ടി അല്ലല്ലോ CPM. സതീശൻ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണോ CPM? അപ്പം അതുകൊണ്ട് VD സതീശൻ ഇങ്ങനെ സ്വപ്നലോകത്തിരുന്ന് പലതും സങ്കല്പിക്കുക, CPM-ന് ആളുകളിലേക്ക് ഇന്ന ആളുകളിലേക്ക് പുറത്താക്കണമെന്ന് പറയുക. അത് സ്വപ്നം കണ്ട് നടന്നോട്ടെ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴാണ് ആരാണ് തമ്മിൽ നെഞ്ചത്ത് കയറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ. അപ്പോൾ സതീശൻ്റെ നെഞ്ചിലേക്ക് കയറി ആര്? രാഹുൽ. മനസ്സിലായില്ലേ? ആ നെഞ്ചിലേക്ക് കയറിയപ്പോൾ സതീശൻ തിരിച്ചു കൊടുത്തു. അതായത് സതീശൻ്റെ ഭാഗത്തു നിന്നാണ് യഥാർത്ഥത്തിൽ രാഹുലിനെതിരായിട്ടുള്ള ഈ വീഡിയോ ക്ലിപ്പെല്ലാം വരാൻ വന്നത്, ഓഡിയോ ക്ലിപ്പെല്ലാം വന്നത് എന്നാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുള്ളത്. രാഹുലിനെതിരെ ഇപ്പോൾ വന്ന ആരോപണങ്ങളിൽ സതീഷിനെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ കൂടി ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഈ കൊത്തി മുറത്തിൽ കൊത്തി എന്നുള്ള, അതായത് രാഹുലിനെതിരെ ഇപ്പോൾ വന്ന ആരോപണങ്ങൾ ഉണ്ടല്ലോ, അതിൽ സതീഷിനെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതെ, VD സതീശനെതിരെ ഇവരൊരു പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ച് അദ്ദേഹത്തിനെ നേരിടാൻ തീരുമാനിച്ചപ്പോൾ VD സതീശൻ എന്ത് ചെയ്തു? എന്നാൽ പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനം ഇപ്പോൾ പാതിയെ വിട്ടിട്ടുള്ളൂ, ഇനി ബാക്കി പാതി ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പം അതുകൂടി വിട്ടുകളയാം. പുറത്തു വന്ന സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ എല്ലാം കോൺഗ്രസ് അല്ലേ, CPM അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. CPM മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ രാഹുലിൻ്റെ ഈ മറ്റേ ഓഡിയോ ക്ലിപ്പ് ഞങ്ങളാണോ പുറത്തു വിട്ടത്? പുറത്തു വിട്ടത് ഞങ്ങളല്ല. ഈ ഒരു ഷാഫിയുടെ വിഷയം കൂടെ പറഞ്ഞപ്പോൾ രാഹുൽ വിഷയത്തിനെ ഒന്ന് ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അതായത് ഇത്രയും ദിവസം കോൺഗ്രസിന്റെ ഭാഗത്ത് സമരങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരം സുൽത്താൻപേട്ട സിഗ്നലിൽ സമരങ്ങൾ സംഘടിപ്പിക്കും. അപ്പോൾ രാഹുൽ വിഷയത്തെ ഒന്ന് ഒതുക്കി തീർക്കുക എന്നുള്ള ശ്രമം നടക്കുന്നുണ്ടോ തോന്നുന്നു? യഥാർത്ഥത്തിൽ രാഹുൽ വിഷയത്തിൽ രാഹുലിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, നിങ്ങളോട് തന്നെ പറഞ്ഞു, രാഹുൽ എന്ത് ഒരു മാനസികാവസ്ഥയിലാണ് പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളെ ഫേസ് ചെയ്യുന്നത്. അയാളുടെ തൊലിക്കട്ടി അപാരമല്ലേ? ഏതെങ്കിലും ഒരു നാണവും മാനവും ഉള്ള ഒരു മനുഷ്യൻ ഇത്തരത്തിലൊരു അശ്ലീലമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി നാടാകെ ചർച്ച ചെയ്യുമ്പോൾ ഒരു മടിയുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ നാട്ടിലിറങ്ങി നടക്കുകയല്ലേ? ഇങ്ങനെ ഒരുത്തന്നെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇത്ര മോശമായിട്ടുള്ളൊരുത്തനെ? അയാളെ സംരക്ഷിക്കുന്ന ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അയാളെക്കാളും നാറിയാളുകളായിരിക്കുമല്ലോ. അപ്പോൾ അയാളെ സംരക്ഷിക്കാനുള്ള സമരം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഷാഫിയാണ് ഇയാളെ സംരക്ഷിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ടാണ് നിങ്ങളോട് ചോദിച്ചത്, എന്തിന് ഷാഫി രാഹുൽ മാങ്കുട്ടത്തെ സംരക്ഷിക്കുന്നു? ഷാഫി കേരളത്തിലെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാവാണ്, കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ് ഷാഫി, വർക്കിംഗ് പ്രസിഡന്റ്. അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാൻ പാലക്കാട് ജില്ലയിൽ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് MLA ആക്കി അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഷാഫിയാണ് എന്ന് കോൺഗ്രസ്സുകാർ പോലും ചർച്ച ചെയ്തു അല്ലേ? ഈ പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പടുത്തുയർത്തിയവരാണ് ശങ്കരനാരായണൻ, P. ബാലൻ, VS വിജയരാഘവൻ തുടങ്ങിയ പ്രമുഖരായ വ്യക്തികൾ. മാത്രമല്ല പാലക്കാട് ജില്ലയിൽ ഉന്നതരായ നിരവധി കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്. അവരെ ആരും പരിഗണിക്കാതെ ഷാഫിയുടെ ഒറ്റ നിർബന്ധത്തിൻ്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാങ്കുട്ടത്തെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്. അങ്ങനെ മത്സരിപ്പിച്ച് MLA ആക്കിയ ഷാഫിക്ക് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തെ അതേപോലുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും കൂറും ഷാഫിക്ക് പാലക്കാട്ടിലെ ജനതയോടുണ്ടെങ്കിൽ അയാളെ രാജിവെക്കാൻ പറയണ്ടേ? രാജിവെക്കാൻ പറയണല്ലോ. ഇത്രയും വലിയ ലൈംഗിക അതിക്രമം നടത്തി ഒരു പെൺകുട്ടിയെ എനിക്ക് നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്നല്ലേ ചോദിക്കുന്നത്? അത്ര ക്രൂരമായ ഒരു മാനസിക അവസ്ഥയുള്ള ഒരാൾ ജനപ്രതിനിധി സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? അത് നമ്മളെക്കാളും നല്ലതുപോലെ ബോധ്യമുള്ള ഒരാളല്ലേ ഷാഫി. ആ ഷാഫി പറയണ്ടേ? ആ ഷാഫി അല്ലേ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം? അന്ന് ഷാഫിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അതല്ലേ ഞാനത് പറഞ്ഞത്. അപ്പോൾ പരിപൂർണമായും കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ്. പേരിന് പുറത്താക്കുകയും പുറകിലൂടെ
പരിപൂർണമായ സംരക്ഷണ വലയം തീർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത.